പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ചിട്ടും ലോട്ടറി ഏജന്റുമാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ പാലക്കാട് ജില്ലാ ലോട്ടറി ഓഫീസ്. ഏജന്റുമാരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പട്ടിക ലോട്ടറി ഓഫീസിലെ സോഫ്റ്റ്വെയറിൽ ലഭ്യമല്ലെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. വൻകിട ഏജന്റുമാർക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്ന് ലോട്ടറി വിൽപ്പനക്കാർ ആരോപിച്ചു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. കേരള ഭാഗ്യക്കുറിയുടെ മുഖവാചകമാണ് ഈ വാക്കുകൾ. പക്ഷേ വാക്കിലെ സുതാര്യതയൊന്നും ലോട്ടറി വകുപ്പിന് ഇല്ലെന്നാണ് പാലക്കാട് ജില്ലാ ലോട്ടറി ഓഫീസിലെ രേഖകൾ വ്യക്തമാക്കുന്നത്. ലോട്ടറി ഓഫീസിലെത്തുന്ന ലോട്ടറികൾ മുഴുവൻ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ഏജൻസികൾക്ക് മാത്രമാണ് വിതരണം ചെയ്യുക. എന്നാൽ പാലക്കാട് ജില്ലാ ലോട്ടറി ഓഫീസിൽ ഏജന്റുമാരുടെ വിവരങ്ങൾ പോയിട്ട് പേര് പോലും സൂക്ഷിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഡിജിറ്റൽ വൽക്കരണം പൂർണ്ണമായും നടപ്പിലാക്കിയ ലോട്ടറി വകുപ്പിന്റെ ഈ പ്രവൃത്തി വൻകിട ഏജൻസികളെ സഹായിക്കാനാണെന്നാണ് ലോട്ടറി വിൽപ്പനക്കാർ ആരോപിക്കുന്നത്. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏജന്റുമാരുടെ ക്രോഡീകരിച്ച വിവരങ്ങളൊന്നും തന്നെ സോഫ്റ്റ്വെയർ ഇല്ല എന്നാണ് നമുക്ക് വിവരാവകാശ രേഖകളിലൂടെ മറുപടി തന്നിരിക്കുന്നത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഈ മേഖലയിൽ ഉപജീവനമാർഗം നടത്തുന്ന ഒരുപാട് പേരെ ഇത് ബാധിക്കുന്നുണ്ട്. സർക്കാർ നേരിട്ട് ലഭിക്കേണ്ട ടിക്കറ്റ് ഏജൻസി എടുത്തിട്ട് പോലും ഇവർക്ക് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് പോലും കൊടുക്കാതിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയാണ്. ലോട്ടറി ഓഫീസ് ജീവനക്കാരും വൻകിട ഏജന്റുമാരും നയിക്കുന്ന ലോബിയുടെ നിയന്ത്രണത്തിലാണ് ലോട്ടറി മേഖല എന്ന ആരോപണം ശക്തമാവുകയാണ്. വർഷങ്ങളായി ജില്ലാ ലോട്ടറി ഓഫീസിലുള്ള ജീവനക്കാർ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നത് ഇതിന്റെ തെളിവാണെന്നും ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. 18ഓളം ജീവനക്കാർ 3 വർഷത്തിലധികമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലമാറ്റ നിയമനം എന്നുള്ളത് 3 വർഷത്തിൽ കൂടുതൽ സ്ഥിരമായിട്ടൊരു ഓഫീസിൽ ഇരുത്താറില്ല. പക്ഷേ എന്നാൽ ലോട്ടറി ഓഫീസിൽ വൻകിട ഏജന്റുമാരുടെയും ഈ ജീവനക്കാരുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് മൂലമാണ് അവരവിടെ ഈ 3 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് സ്ഥിരവരുമാന മാർഗം ലഭ്യമാക്കുകയും സർക്കാരിന്റെ ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് ഫണ്ട് കണ്ടെത്താനുമാണ് ലോട്ടറി വകുപ്പ് രൂപീകരിച്ചത്. എന്നാൽ ലോട്ടറി ഓഫീസ് ജീവനക്കാരുടെ സ്വാർത്ഥത മൂലം വൻകിട മാഫിയകളാണ് ഇന്ന് ലോട്ടറി മേഖലയിൽ നിന്നും പണം കൊയ്യുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.